ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാർഡ് കോർ സീരീസിലേക്ക് സ്വാഗതം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നമ്മുടെ പ്രീവിയസ് വേൾഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടായി. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാർഡ് കോറിൽ 1 to 50 ഡേയ്സ് സർവൈവ് ചെയ്യാൻ പോവാണ്. ഈ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രസ് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് 50 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതുമാത്രമല്ല, നമുക്ക് OP ലൂട്ടും ഒപ്പിക്കണം. ഞാൻ ഏതായാലും പെട്ടെന്ന് തന്നെ വുഡ് കളക്ട് ചെയ്യണം. കാരണം നമുക്ക് വുഡ് വളരെ അത്യാവശ്യമാണ്. അതുമാത്രമല്ല, ഹാർഡ് കോറാണ്, നമുക്ക് ഒട്ടും സമയം കളയാനുമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് നമുക്ക് വുഡൻ ടൂൾസിലേക്ക് ആദ്യം തന്നെ അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വുഡൻ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം. വുഡൻ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ എന്തായാലും പെട്ടെന്ന് കുറച്ച് സ്റ്റോൺസ് ഒപ്പിക്കുകയാണ്. കാരണം നമുക്ക് സ്റ്റോൺസ് ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. കാര്യം വുഡൻ ടൂൾസിനേക്കാളും അത്രയും നല്ലതാണ് സ്റ്റോൺ ടൂൾസ്. അതുകൊണ്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് കുറച്ച് സ്റ്റോൺസ് കളക്ട് ചെയ്യുകയാണ്. നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് ഒരുപാട് സ്റ്റോൺസ് ആവശ്യമുണ്ട്. കാരണം കുറച്ച് ഫർണസും കൂടെ കളക്ട് ചെയ്യണം. ഏതായാലും ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് കുറച്ച് കോളും കിട്ടിയിട്ടുണ്ടായി. അതുകൊണ്ട് ആ കോൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. കോൾ നമുക്ക് എന്തായാലും വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. കാര്യം നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് പ്രോഗ്രസ് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആദ്യത്തെ തുടക്കമൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഞാൻ ആവശ്യത്തിനുള്ള ടൂൾസൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പെട്ടെന്ന് കുറച്ച് ഫുഡ് ഒപ്പിക്കണം. ഫുഡ് ഒപ്പിച്ച ശേഷം നമ്മുടെ ഹങ്കർ ഒന്ന് സെറ്റായ ശേഷം നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ഷീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ബെഡ് ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡേ സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു പ്ലെയിൻ ബയോമിലാണ് സ്പോൺ ആയിട്ടുള്ളത്. ചുറ്റിനും ഓഷൻ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും നമുക്ക് കൗവിനെ കുറേ വേണ്ടി വരും. കാരണം നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമുക്ക് എൻചാൻറ്റിങ് ഒക്കെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലെതർ ആവശ്യം വരും. അതുകൊണ്ട് ഞാൻ ഒരുപാട് കൗവിനെ കൊല്ലുന്നുണ്ട്. കൗവിനെ മാത്രമല്ല, ഞാൻ ഹോൾസിനെ തീർക്കുന്നുണ്ട്. വരുന്ന വഴി ഞാൻ കുറച്ച് ഷീപ്പിനെ കൂടെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ആ ഷീപ്പിനെ കൂടെ ഞാൻ കൊല്ലുവാണ്. കാരണം നമുക്ക് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഷീപ്പിനെയും കൂടെ കൊല്ലണം. നമുക്ക് 3 വൂളാണ് നമുക്ക് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് 3 വൂളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയ ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കണം. കാരണം ഹങ്കർ കുറഞ്ഞ് വരുന്നുണ്ട്. ഞാനൊരു സ്മോക്കർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കിട്ടിയ ഫുഡൊക്കെ ഞാൻ കുക്ക് ചെയ്യാനും വെച്ചിട്ടുണ്ട്. ഫുഡെല്ലാം കുക്ക് ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഓരോന്നെടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ള ഫുഡൊക്കെ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് വീണ്ടും കുറച്ചും കൂടെ ഫുഡ് ഒപ്പിക്കാം. ആവശ്യത്തിനുള്ള ഫുഡെല്ലാം ഞാൻ കുക്ക് ചെയ്യാൻ വെച്ച ശേഷം ഞാൻ നേരെ പോയത് ഒരുപാട് ഫുഡ് ഒപ്പിക്കാനായിട്ടാണ്. ഇവിടെ വെച്ച് നമുക്ക് ഒരുപാട് കൗവിനെ കിട്ടിയിട്ടുണ്ടായി. നമുക്ക് കൗ വളരെ അത്യാവശ്യമാണ്. കാരണം അവർ ലെതർ ഡ്രോപ്പ് ചെയ്യും. നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ലെതർ. അതുകൊണ്ട് ഞാൻ കിട്ടിയ കൗവിനെല്ലാം ഞാൻ കൊല്ലുവാണ്. ഞാൻ ആവശ്യത്തിനുള്ള ഫുഡെല്ലാം ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെറുതെ നിൽക്കുകയാണ്. കാര്യം നമ്മുടെ ടൈം ഏകദേശം നൈറ്റ് ആകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഇന്നത്തെ ഡേ സ്കിപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഡേ ഏകദേശം നൈറ്റ് ആകുമ്പോൾ ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ബെഡ് വെച്ചിട്ട് ഞാൻ ഉറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു ഗൈസ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അച്ചീവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോയത് നമ്മുടെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്. വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം നമ്മുടെ ബേസ് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. നമ്മുടെ സ്പോണിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഫുൾ ഓക്കിൻ്റെ ഫോറസ്റ്റാണ്. പിന്നെ ഇവിടെ കുറേ റിവറും ഓഷനൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം നമ്മുടെ ബേസ് വരാനായിട്ട്. അങ്ങനെ ആ ഡേ ഞാൻ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അങ്ങ് പോയി. അങ്ങനെ കുറച്ച് ഓടി ഞാൻ സ്റ്റാർട്ടർ ബേസ് വെക്കാൻ പറ്റിയൊരു ചെറിയ സ്പോട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പോട്ടാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റാർട്ടർ ബേസ് വെക്കാൻ തീരുമാനിച്ചു. ഞാൻ അതായത് നമ്മുടെ ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഞാനൊരു ചെസ്റ്റും കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഐറ്റംസൊക്കെ ഞാൻ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തത് ചെയ്തത് ഈ ഒരു ഭാഗം അത്യാവശ്യം ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് പോയി. ഞാൻ ഏതായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സ്ഥലം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യം നമ്മുടെ ഉള്ളത് ഇപ്പോൾ സ്റ്റോൺ ടൂൾസാണ്. സ്റ്റോൺ ടൂൾസ് വെച്ച് ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടുള്ള പണിയാണ്. അതുകൊണ്ട് അത് പിന്നത്തേക്ക് ചെയ്യാമെന്ന് ഞാൻ കരുതി. നമ്മുടെ ബേസിൻ്റെ തൊട്ട് ഭാഗത്ത് തന്നെയായിട്ട് സ്പ്രൂസിൻ്റെ ബയോം കൂടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് നല്ലൊരു കാര്യമാണ്. കാര്യം നമ്മുടെ ഈ ഐലൻഡിന് ചുറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ ബയോവും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് മൈനിങ് ചെയ്യണം. മൈനിങ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. കാരണം ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസിലേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രോഗ്രസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണം. നമ്മൾ തൊട്ട ഏരിയയിൽ തന്നെ ഞാൻ ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യുകയാണ്. സ്ട്രിപ്പ് മൈനിങ്ങും കേവിങ് ഒക്കെ രണ്ടും കൂടി ചേർന്നിട്ടാണ് ഞാൻ മൈൻ ചെയ്യുന്നത്. മൈനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു ചെറിയ ഫാമിംഗ് ഐലൻഡ് സെറ്റ് ചെയ്യുകയാണ്. കാര്യം നമുക്ക് ഫാമിംഗ് ഐലൻഡ് വളരെ അത്യാവശ്യമാണ്. കാരണം ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ട്രേഡിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഫാമിംഗ് ഐലൻഡും കൂടെ നമ്മുടെ ബേസിന് തൊട്ട് ഭാഗത്ത് തന്നെയായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൈനിങ്ങിന് വേണ്ടിയുള്ള എല്ലാ ടൂൾസും ഐറ്റംസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മൈനിങ്ങിന് പോയിട്ട് നമ്മുടെ ഈ ഒരു ആർമറും ടൂൾസും എല്ലാം ഫുൾ ഡയമണ്ട് വരെയൊക്കെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇനി മൈനിങ്ങിനായിട്ട് പോകേണ്ടി വരും. ഞാൻ ഏതായാലും കിട്ടിയ കുറച്ച് ഡയമണ്ട് വെച്ചിട്ട് ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും ഉണ്ടാക്കാൻ. കാരണം നമുക്ക് ഒട്ടും പ്രൊട്ടക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും കൂടെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മൾ മൈനിങ് തന്നെ കണ്ടിന്യൂ ചെയ്ത്. ഗൈസ് അങ്ങനെ ഒരുപാട് നേരത്തെ ശേഷം ഞാൻ ഡയമണ്ട് മൈൻ ചെയ്തെത്തിയേക്കാണ്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡയമണ്ട്സ് ഒക്കെ ഒപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 34 ഡയമണ്ടോളം ഞാൻ മൈൻ ചെയ്തെത്തിച്ചിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും ഞാൻ മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ടായി. നമുക്ക് ഉണ്ടാക്കേണ്ടത് മറ്റേ ഹെൽമെറ്റും പിന്നെ ഒരു ബൂട്ടുമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ഡയമണ്ട് ആർമറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ഡയമണ്ട് വെച്ച് തന്നെ നമുക്ക് കുറച്ച് ടൂൾസും കൂടി അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് ഡയമണ്ട് ടൂൾസിലേക്ക് ആവണം. അതിനായിട്ട് ഞാൻ ഒരു ആക്സും പിക്കാക്സും കൂടെയാണ് ഉണ്ടാക്കുന്നത്. സോഡൊക്കെ നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ആക്സും ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്കായിട്ട് പോവാം. ഗൈസ് ഇപ്പോൾ നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ ടൂൾസ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ ബേസിനുള്ള കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമുക്കിപ്പോൾ ഡയമണ്ടിൻ്റെ ആക്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നേരെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പോവാം. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഭാഗം മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കണം. നമുക്ക് അത്രയും വലിയ സ്റ്റാർട്ടർ ബേസ് ഒന്നും ഉണ്ടാക്കേണ്ട. നമുക്ക് ചെറിയ സ്റ്റാർട്ടർ ബേസ് ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് വേണ്ടി വരും. അപ്പോൾ മെറ്റീരിയൽസ് ഗ്യാദർ ചെയ്യാനായിട്ട് പോകണം. ഞാനങ്ങനെ മെറ്റീരിയൽസ് ഗ്യാദർ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവിടെ ഒരു റൂയിൻ്റെ പ്ലോട്ടിൽ കണ്ടിട്ടുണ്ടായി. അവിടുന്ന് കുറച്ച് ഗോൾഡൻ ടൂൾസും ഗോൾഡൻ ക്യാരറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായി. ഗോൾഡൻ ആപ്പിളും കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അടുത്ത് നമുക്ക് കുറച്ച് റിസോഴ്സസ് ഗ്യാദർ ചെയ്യണം. നമുക്ക് വുഡ് മാത്രമേ ആവശ്യമുള്ളൂ. കാര്യം നമുക്ക് അതിനുള്ള ടൈമേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ചെറിയൊരു ബേസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്രയും വുഡ് നമുക്ക് അത്രയും കൺസ്യൂം ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് കുറച്ച് വുഡ് ഗ്യാദർ ചെയ്തിട്ട് അത് വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്യാം. ഫൈനലി ഗൈസ് ഞാൻ സ്റ്റാർട്ടർ ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ഉള്ള വുഡും ഫെൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാര്യം നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് തപ്പാൻ നിന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടൈം നമ്മുടെ ഇത് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ ബേസ്. ഇവിടെ പുറത്തൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ കുറച്ച് ലൈറ്റിങ്ങിനൊക്കെ ആയിട്ട് കുറേ ഞാൻ ടോർച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. കാര്യം ഇവിടെ ഒരുപാട് മോബ്സ് സ്പോൺ ആവുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ടൂർ വഴി അകത്തേക്ക് കയറുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഫാമിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് ഞാൻ വീറ്റ് ഫാമൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ കോഴീനെ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം ഞാൻ അത് മുട്ട പൊട്ടിച്ചപ്പോൾ കിട്ടിയൊരു കോഴിയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് വളർത്തുകയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബാൽക്കണി പോലെയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പുറത്തുള്ള ഐലൻഡൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമ്മുടെ ബെഡ് ഏരിയയും പിന്നെ നമ്മുടെ ചെസ്റ്റൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ സ്മോക്കറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അത്രയൊക്കെ ഉള്ള ഈ സ്റ്റാർട്ടർ ബേസിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അടുത്തായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് വില്ലേജർ ബ്രീഡറാണ്. പക്ഷേ വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കേണ്ടി വരും. വില്ലേജ് കണ്ടുപിടിക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് തന്നെ ഞാൻ വില്ലേജർ ബ്രീഡ് പിന്നീട് ഉണ്ടാക്കാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അടുത്ത് ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഒരു XP ഫാമാണ്. XP ഫാം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് XP കളക്ട് ചെയ്യാനായിട്ടാണ്. XP ഉണ്ടെങ്കിൽ നമുക്ക് റിച്ച് ആവാനായിട്ട് സാധിക്കും. കാര്യം നമുക്ക് എൻജാൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് XP വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ XP ഫാം ഉണ്ടാക്കാനായിട്ട് പോയി. XP ഫാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോണോ ഏതെങ്കിലുമൊക്കെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്റ്റോൺ കളക്ട് ചെയ്യാനായി പോയി നമ്മുടെ മൈനിങ് ഏരിയയിൽ.
ഞാനങ്ങനെ XP ഫാമിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും ഗ്യാദർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചെസ്റ്റ് ബോർഡിനകത്ത് അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ചെസ്റ്റ് മൊത്തം കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വുഡും ഞാൻ എടുത്തിട്ടുണ്ട്. കാര്യം നമുക്കത് ഉണ്ടാക്കുമ്പോൾ നമുക്കതൊക്കെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഒരു സ്റ്റാക്ക് വൂളും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. കാര്യം വൂള് നമുക്ക് ഒരു ചെറിയ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വൂളും കുറേ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു ചെറിയ ഫാം ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഫാം ഏരിയ എന്ന് പറയുമ്പോൾ ഞാനൊരു കൗ ഫാമും പിന്നെ ഒരു ഷീപ്പിൻ്റെ ഫാമും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം നമുക്ക് ഇനി ലെതർ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കൗ ഫാം ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫാമിംഗ് ഏരിയയിലേക്ക് പോകണം XP ഫാം ഉണ്ടാക്കാനായിട്ട്. ഫാമിംഗ് ഏരിയ ഞാൻ ഇവിടെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാനൊരു ഓഷ്യൻ ഭാഗത്തായിട്ട് ഉണ്ടാക്കാനും തീരുമാനിച്ചില്ല. കാര്യം നമുക്ക് എങ്ങാനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരെ താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് MLG ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ഓഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് ഓഷ്യൻ ഉണ്ടാക്കാൻ എന്തുകൊണ്ട് നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ നേരെ ഓഷ്യൻ്റെ ഏരിയ നല്ലൊരു ഭാഗത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ ഓഷ്യനിലേക്ക് പോകുന്ന വഴിക്ക് ഞാനൊരു ഷിപ്പ് വർക്ക് കണ്ടിട്ടുണ്ടായി. ഷിപ്പ് വർക്കിൻ്റെ അകത്ത് കിടന്ന് നമുക്ക് കുറച്ച് പൊട്ടാറ്റോയും പിന്നെ ആർമർ ട്രിമ്മ കിട്ടിയുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ പോകാൻ തീരുമാനിച്ചു. നമ്മുടെ XP ഫാം ഉണ്ടാക്കാനായിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ പോയി കഴിഞ്ഞപ്പോഴും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലം കണ്ടിട്ടുണ്ട് നമ്മുടെ XP ഫാം സെറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ ബേസിൻ്റെ കുറച്ച് അടുത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ XP ഫാം ഉണ്ടാക്കാനായിട്ട് പോവാം. ഞാനങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ XP ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള ടോർച്ചും പിന്നെ ഞാൻ ഉപയോഗിച്ച കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ട്. അതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ XP ഫാം വർക്ക് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. അതിന് മുമ്പായിട്ട് ഇവിടെ ചെറിയൊരു ഭാഗം സെറ്റ് ചെയ്യണം. നമുക്ക് നിൽക്കാനായിട്ടൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യണം. കാര്യം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അടയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എല്ലാം ടോർച്ചും നമുക്ക് എക്സസൈസ് വന്ന ബ്ലോക്കെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് നമുക്ക് നേരെ താഴേക്ക് ചാടണം. താഴെ ഓഷ്യനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നും ഞാൻ അടിയിൽ വെച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ XP ഫാമിൻ്റെ കളക്ടിങ് ഏരിയയിലാണ്. ഇവിടെയാണ് നമ്മുടെ മോബ്സൊക്കെ സ്പോണായിട്ട് എത്തുന്നത്. ഇവിടെ വന്ന് നമുക്കൊരു ടാപ്പിലുള്ള അവരെ കൊല്ലാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ XP ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ മോബ്സ് സ്പോൺ ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് സ്കെൽട്ടനിൽ നിന്ന് നമുക്ക് ഒരുപാട് ബോണൊക്കെ ഒപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ബോൺ വെച്ച് നമുക്ക് ക്രോപ്പ് ഫാമിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ആവും. ഇതാണ് നമ്മുടെ അകത്തുള്ള പോയിൻ്റ് ഓഫ് വ്യൂ. ഞാനങ്ങനെ ഒരുപാട് നേരം ഫാമിൽ AFK ശേഷം നമ്മുടെ XP ഏകദേശം 60 ആക്കിയിട്ടുണ്ട്. ഈ 60 ആക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു XP വെച്ചിട്ട് എൻജാൻറ്റും ഡിസെൻജാൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ടൂൾസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജാൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ട് നമ്മുടെ ലെവൽ 60 എത്തിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെസ്റ്റിനകത്ത് നമ്മുടെ ഈ കളക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ലൂട്ടൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബോണും പിന്നെ കുറേ ആരോ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാരറ്റും പൊട്ടാറ്റോ എന്നൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റും പൊട്ടാറ്റോ വെച്ച് നമുക്കൊരു ഫാമിംഗ് ഏരിയ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അത്യാവശ്യം ബോണൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ബോൺ വെച്ചിട്ട് നമുക്ക് ഒരു ക്രോപ്പ് ഫാം ഉണ്ടാക്കണം. ക്രോപ്പ് ഫാമിനകത്ത് നമുക്ക് ഈ ക്യാരറ്റും പൊട്ടാറ്റോ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഭാവിയിൽ നമുക്ക് ട്രേഡിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ബേസിന് തൊട്ടപ്പുറത്ത് കാണുന്ന ഐലൻഡിലാണ് നമ്മൾ ക്രോപ്പ് ഫാം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അവിടെ നമുക്ക് ഈ ഒരു ക്യാരറ്റും പൊട്ടാറ്റോയും വെച്ചിട്ടുള്ളൊരു ക്രോപ്പ് ഫാമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗമൊന്നും അത്യാവശ്യം ടെറാഫോം ചെയ്യണം. ഇവിടെ സാൻഡൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു ബീച്ചിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് അത്യാവശ്യം ടെറാഫോം ചെയ്തിട്ട് അവിടെ ഡർട്ട് വെച്ചിട്ട് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ നമ്മുടെ ഒരു ഫാമിംഗ് ഏരിയ ആക്കണം. ഞാനങ്ങനെ ഫാമിംഗ് ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ക്രോപ്പൊന്നും നടാൻ പറ്റിയില്ല. കാര്യം എനിക്ക് അതിനുള്ള സമയമില്ല ഗൈസ്.
അത്യാവശ്യം നല്ല പണി എടുക്കേണ്ടി വരും. അത് മൊത്തം ഇട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഇത് വളരാനും പിന്നെ അല്ലെങ്കിൽ ബോൺവീൽ വെച്ച് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് പിന്നത്തേക്ക് ചെയ്യാമെന്ന് കരുതി. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ അവസാനം ഒരു കാര്യം കൂടെ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡേ എന്ന് പറഞ്ഞാൽ 44 ആണ്. ഇനി ആ കൂടെ നമുക്ക് 6 ദിവസം കൂടെ ബാക്കിയുള്ളൂ. ഈ ഒരു 6 ദിവസം കൊണ്ട് നമ്മുടെ ഈ ഒരു ടോട്ടൽ ആയിട്ടുള്ള ടൂൾസും നമുക്ക് എൻജോയ് ചെയ്ത് OP ആക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എൻജോയ്മെൻറ്റ് ടേബിൾ മാത്രമേ ഉള്ളൂ. ആൻവിലൊന്നും ഒപ്പിക്കേണ്ട സമയമായിട്ടില്ല, കാരണം നമുക്ക് വില്ലേജേഴ്സൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഉള്ള എൻജോയ്മെൻറ്റ് ടേബിൾ വെച്ചിട്ട് നമുക്ക് ടൂൾസ് എൻജോയ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ള ഷുഗർ കെയിൻ മൊത്തം എടുത്തിട്ട് പേപ്പർ ആക്കുന്നുണ്ട്. കാര്യം നമുക്ക് ബുക്ക് വേണം. ഈ ഒരു ബുക്ക് ഷെൽഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ബുക്ക് വേണ്ടി വരും. നമുക്ക് പേപ്പർ ഒരുപാടുണ്ട്, പക്ഷേ ഈ ലെതറാണ് നമ്മുടെ പ്രശ്നമായിട്ട് വരുന്നത്. ഞാൻ ഏതായാലും ഉള്ള ലെതറും പേപ്പറും വെച്ചിട്ട് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഫസ്റ്റിന് ഞാനൊരു സ്റ്റാക്ക് ഷുഗർ കെയിൻ വെച്ചിട്ട് അത്യാവശ്യം പേപ്പർ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ഉള്ള ലെതർ വെച്ചിട്ട് ഞാനൊരു ബുക്ക് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ 21 ബുക്കുണ്ട്. ഇത് ടോട്ടലി നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 39 ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് ഉള്ള വുഡ് വെച്ചിട്ട് നമുക്കത് മൊത്തം ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും നോക്കണം. ഞാൻ ഏതായാലും കുറച്ച് സ്റ്റാക്ക് വുഡും കൂടെ എടുക്കുകയാണ്. നമ്മുടെ ഉള്ള ബ്രിഡ്ജിൻ്റെ വുഡാണ് ഞാൻ എടുക്കുന്നത്. കാര്യം അത് വലിയ ഞാൻ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ആ ഒരു വുഡ് മൊത്തം ഞാൻ ബുക്ക് ഷെൽഫാക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റാക്ക് 2 സ്റ്റാക്ക് വുഡ് വെച്ചിട്ട് നമുക്ക് എത്ര ബുക്ക് ഷെൽഫ് കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 13 കിട്ടുമെന്നാണ് തോന്നുന്നത്. 13 കിട്ടും. 13 ബുക്ക് ഷെൽഫാണ് നമുക്ക് കിട്ടുന്നത്. 13 അല്ല, നമുക്ക് 15 വേണം. 15 കിട്ടിയാലാണ് നമുക്ക് 30 ലെവൽ എൻജാൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ലെതർ തപ്പേണ്ടി വരും. ലെതർ ഒപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ എത്തിക്കുന്നത് നമ്മുടെ ഈ ഒരു മൈനിങ് ഏരിയയിലാണ്. മൈനിങ് ഏരിയയിൽ നിന്ന് ഞാൻ കുറച്ച് ഒബ്സീഡിയൻ കളക്ട് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്ക് ഒബ്സീഡിയൻ വെച്ചാണ് എൻജാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കേണ്ടത്. 4 ഒബ്സീഡിയൻ നമുക്ക് ഉണ്ടെങ്കിലാണ് എൻജാൻറ്റ് ടേബിൾ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. നോട്ട് ടൈം വേസ്റ്റ് ചെയ്താൽ ഞാനൊരു എൻജാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ള ആർമറൊക്കെ ഞാൻ എൻജാൻറ്റ് ചെയ്ത് നോക്കുകയാണ്. ലാപ്പിസ് കൊടുത്തിട്ടാണ് എൻജാൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ പ്രൊട്ടക്ഷൻ 4 കിട്ടിയിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് പ്രൊട്ടക്ഷൻ 4 എന്തായാലും ഉപയോഗിക്കാമെന്നുള്ളൂ. അടുത്ത ബൂട്ട്സിനും പ്രൊട്ടക്ഷൻ 4 കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ 3 ആണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് ഡിസെൻജാൻറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഓരോന്നും നമുക്ക് എൻജാൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. എന്നിട്ട് നല്ല എൻജാൻറ്റ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ 4ഉം അൺബ്രേക്കിംഗ് 3 കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത എൻജാൻറ്റാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെൽമെറ്റിനാണ് ഇപ്പോൾ കുഴപ്പമില്ലാത്ത എൻജാൻറ്റ് ഉള്ളത്. ആ കൂടെ പ്രൊട്ടക്ഷൻ 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റാൻ പറ്റുമോ നോക്കുകയാണ്. അത് ഞാൻ എൻജാൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റെസ്പിറേഷൻ 3 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി റെസ്പിറേഷൻ 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പിറേഷൻ 3 ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേരം വെള്ളത്തിൽ ചിലവഴിക്കാനായിട്ട് സാധിക്കും. അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വെള്ളത്തിലേക്ക് കുറേ നേരം നമുക്ക് ഇങ്ങനെ മുങ്ങിക്കിടക്കാനായിട്ട് സാധിക്കും. ഒരുപാട് നേരം നമുക്ക് ഓക്സിജൻ കിട്ടും. അതാണ് റെസ്പിറേഷൻ 3. ഇപ്പോൾ ഞാൻ എൻ്റെ പിക്കാക്സ് ഞാൻ പുതിയ ഓർഡർ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ എൻജാൻറ്റ് ചെയ്ത് നോക്കുകയാണ്. പിക്കാക്സ് മാത്രമല്ല ആക്സ് ഞാൻ ഓർഡർ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻജാൻറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ XP തീർന്നു പോയിട്ടുണ്ട്. ഇനി അത് റീഫിൽ ചെയ്യണം. റീഫിൽ ചെയ്തിട്ട് വരാം ഗൈസ്. ഇനി ആ സമയം കൊണ്ട് നമ്മുടെ നൈറ്റ് ആയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഇപ്പോൾ ഞാനൊരു സോഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഡിലും കൂടെ ഞാൻ കുറച്ച് എൻജോയ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ എല്ലാത്തും നോക്ക് ബാക്കാണ് കാണിക്കുന്നത്. അത് കുഴപ്പമില്ല. നോക്ക് ബാക്ക് കുഴപ്പമില്ലാത്ത എൻജോയ്മെൻ്റാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ എടുക്കാമെന്ന് കരുതുവാണ്. അപ്പോൾ ഞാൻ അതും കൂടെ എടുത്തിട്ടുണ്ട്. നോക്ക് ബാക്കും സ്മിറ്റ് 4 എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതൊക്കെ വെച്ചിട്ട് ഉള്ള എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭാവിയിൽ എന്തായാലും അത്യാവശ്യം കിടിലാക്കാം. ഒരു പിക്കാക്സ് നമുക്ക് ഫോർച്യൂൺ 3 കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പിക്കാക്സ് നമുക്ക് ഫോർച്യൂൺ 3 കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു എൻജാൻറ്റാണ്. അത് വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. എനിക്ക് പിന്നെ ബോ ഭയങ്കര ഇഷ്ടമാണ്. ബോ ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ബോയും കൂടെ എൻജാൻറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ലെവലില്ല, ഉള്ള ലെവൽ വെച്ചിട്ട് ഞാനൊരു ഫ്ലെയിമുള്ളൊരു ബോ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ബോ വെച്ചിങ്ങനെ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അവിടെ കാണുന്ന മീനിനെ വീഡിയോ വെച്ച് കാണിച്ചു തരാം. അയ്യോ കൊണ്ടില്ല. അപ്പോൾ അത് ഇന്നത്തെ ഫ്ലെയിം പോകും. അതുകൊണ്ട് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഇത് വിട്ടാൽ മതി. അപ്പോൾ കത്തി കിട്ടും. അത് മതി. ഇവിടെ നമുക്ക് കുറച്ച് കൗ ഫാം ഉണ്ട്, അവിടേക്കും വിട്ടുപോകാം. അവിടെയും പോയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ചെയ്യേണ്ട എല്ലാ കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 15th അല്ലെ 49th ഡേ ആണ്. 49th ഡേൻ്റെ അവസാനമാണ്. ഇപ്പോൾ ഞാൻ നൈറ്റ് ചുമ്പോൾ ഞാൻ ഇവന്മാരിപ്പോൾ അടി ഉണ്ടാക്കാൻ പോവുകയാണ്. കാര്യം നമ്മൾ അത്യാവശ്യം OP ലെവൽ എൻജാൻ്റൊക്കെ ഉള്ളൊരു ആർമറാണ്. അപ്പോൾ അവരുടെ അടുത്ത് അടി ഉണ്ടാക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡേ എൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഗൈസ്. ഇനി ഫൈനലി നമുക്ക് ഇനി ഉറങ്ങും കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ഡേ ഏകദേശം എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ F3 ആക്കണം നോക്കട്ടെ. നമ്മുടെ ഇപ്പോൾ ഡേ എന്ന് പറയുന്നത് 48 ആണ്. കുഴപ്പമില്ല. നമ്മൾ ഇച്ചിരി നേരത്തെ നമ്മുടെ എല്ലാം കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേയും കൂടെ നിർത്തിയിട്ട് നമുക്ക് 49th ഡേയിൽ നമുക്ക് നിർത്താം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഒരുത്തം കയറി വരുന്നുണ്ട്. അവരെയും കൂടെ നമുക്ക് വെടിവെച്ചിടാം. നമ്മുടെ ബോയ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ദൂരമുള്ള എല്ലാത്തിനും ഇങ്ങനെ വെടിവെച്ചിടാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ പോയി ഉറങ്ങാം. എന്നിട്ട് നമുക്ക് 49th ഡേ നമുക്ക് വച്ച് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം ഗൈസ്.
സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഒറ്റ വീഡിയോയിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള പണിയാണ്. അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ട് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. എല്ലാവർക്കും ബൈ.